തങ്ങൾ തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയുടെ മുമ്പിലൂടെ വീടിന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാ. വീടിനകത്ത് ഹസനും ഹുസൈനും കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൊച്ചുമക്കൾ വീടിനകത്ത് കിടന്ന് കരയുമ്പോ നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ കഴിക്കാൻ ഭക്ഷണം കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു പറഞ്ഞിട്ട് പള്ളിയിലേക്ക് പോയി. കരച്ചില് തീരുന്നില്ല. നിസ്കാരം നടക്കുമ്പോഴും വീടിനകത്ത് കരച്ചിലാണ്. സലാം വീട്ടിക്കെട്ടി നബി തങ്ങളെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ. എന്നിട്ടും തന്റെ പൊന്നാര മകളുടെ വീടിനകത്ത് കരച്ചിലിന്റെ ശബ്ദം കേട്ടപ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ പൊന്നാര മകളുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. ഫാത്തിമ ബീവിയെ വഴക്ക് പറയുകയാണ്, എന്തേ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്തത്, പാല് കൊടുക്കാത്തതെന്ത്? മക്കളെ കടന്ന് കരയുന്നത് കണ്ടിട്ടും നിനക്ക് കരുണയില്ലാതെ പോയോ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളെ വല്ലാതെ വഴക്ക് പറയുകയാണ്. ഫാത്തിമ ബീവി കരയുകയാ. മുഖം താഴ്ത്തി പിടിച്ചിട്ട് വീടിനകത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് കരയുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. നബി തങ്ങളുടെ ദേഷ്യമെല്ലാം മാറുകയാ. ഫാത്തിമ ബീവി വീടിനകത്തിരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, എന്തിനാ മോളെ കരയുന്നത്? എന്തേ നീ ഭക്ഷണം കൊടുക്കാത്തത്? മക്കളെ കരയുന്നില്ലേ ഫാത്തിമ? പാല് കൊടുക്കാത്തതെന്തേ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ, എത്രയോ നാളുകളായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണിയാണ് വാപ്പാ. കാരക്കയും വെള്ളവുമാണ് ഈ വീടിനകത്താകെയുള്ളത്. എന്റെ മക്കള് വിശന്നിട്ട് കരഞ്ഞപ്പോ പാല് കുടിക്കുന്നതിന് വേണ്ടി മാറിടമെടുത്ത് എന്റെ പൊന്നാര കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോ പാല് കിട്ടാതെ വന്നപ്പോ എന്റെ മക്കള് കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ വരികയാണ്. കാരണം പട്ടിണിയാണ് സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു വാപ്പയാണല്ലോ. നബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. എന്റെ പെങ്ങളെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാണ് മോള്. അല്ലാഹുവിന്റെ പ്രവാചകനൊരു പിതാവാണല്ലോ. ആരുടെ മുമ്പിലും കൈനീട്ടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിന്റെ വെളിയിലിറങ്ങുകയാണ്. നബി തങ്ങൾ നടക്കുകയാണ്. പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന് കിലോമീറ്ററുകളോളം നടക്കുകയാ. പടച്ചവനെ അവസാനം ഒരു ഈന്തപ്പനത്തോട്ടം കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ അതിനകത്തേക്ക് കടന്നു ചെന്നു. ഒരു യഹൂദിയായ മനുഷ്യന്റെ ഈന്തപ്പനത്തോട്ടമാണ്. ആ മനുഷ്യൻ അറിയില്ല ഇത് മുഹമ്മദ് നബിയാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കോരി ഒടിച്ചാൽ ഞാൻ അവിടെ നിന്ന് 3 കാരക്ക കൂലി തരാ. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ടിയ കയറുമെടുത്തുകൊണ്ട് വെള്ളം കോരുകയാണ്. കിണറ്റിന്റെ ചുവട്ടിൽ നിന്ന് വെള്ളം കോരുകയാണ്. ഈന്തപ്പന മരങ്ങൾക്ക് കൊണ്ടുപോയി ഒടിച്ചു കൊടുക്കുകയാ. പ്രിയപ്പെട്ട പെങ്ങള്, യഹൂദി വീടിനകത്ത് കയറിപ്പോയി. ഒരുപാട് സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. വെള്ളം കോരുന്നില്ല. ആ മനുഷ്യൻ ചോദിച്ചു, എന്തു പറ്റി? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. എന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. സുബ്ഹാനല്ലാഹ്. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ. നബി തങ്ങളുടെ സറഫാക്കപ്പെട്ട മുഖത്തെ കടിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തടിച്ചു. അടി കൊണ്ടിട്ടും നബി തങ്ങൾ മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്ത് നബി തങ്ങളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്റെ ശമ്പളം ദാ, എന്റെ കൂലിതാ. പടച്ചവനെ, ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ആരാ അല്ലാഹ്, ഇതാരാ പടച്ചവര്? തല്ലുകൊണ്ടിട്ട് പോയി
പോലും ഈ മനുഷ്യൻ ദേഷ്യപ്പെടുന്നില്ലല്ലോ, മുഖത്തൊരു ഭാവമാറ്റമില്ലല്ലോ. പടച്ചവനെ കൂലി കിട്ടിയപ്പോ ചിരിക്കുന്ന മുഖത്തോടെ റസൂലുള്ളാഹി തങ്ങൾ ഓടുകയാ. വീടിനകത്ത് തളർന്നു കിടക്കുന്ന ഹസനും ഹുസൈനും രണ്ട് കൊച്ചുമക്കളെ എടുത്ത് മടിത്തട്ടിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കാരക്കയെടുത്ത് തന്റെ പൊന്നാര മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോ, പെങ്ങളെ ചിന്തിക്കു പെങ്ങള്, അല്ലാഹു ഇതുപോലെ പരീക്ഷണം നബി തങ്ങൾക്കും കുടുംബത്തിനും കൊടുത്തല്ലോ. അവര് ക്ഷമിച്ചില്ലേ പെങ്ങള്? ഒരുപാട് രോഗങ്ങൾ കൊടുത്തില്ലേ, മരണങ്ങൾ കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷണം തന്നാ നിങ്ങൾ പതറരുത്. ഒരു തലവേദന വന്നാലും നിനക്ക് പ്രതിഫലമുണ്ടല്ലോ, നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും നിനക്ക് പ്രതിഫലമുണ്ടല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിതയായ സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, ശരീരം മുഴുവനും വല്ലാത്ത വേദനയാണ്, വായിലൂടെ പതയും നൊരയും വരുന്ന രോഗമാണ് അപസ്മാരമെന്ന് പറയുന്ന രോഗം. വല്ലാത്ത വേദനയാ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സാലിഹത്തായ പെണ്ണ് വന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിച്ചു കഴിഞ്ഞാ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. നബി തങ്ങൾ പറയുകയാണ്, ദുആ ചെയ്താ രോഗം മാറും, നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. എന്ത് വേണം പെണ്ണ്? ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി തങ്ങള് ദുആ ചെയ്യണ്ട നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, എന്റെ രോഗം മാറണ്ട നബിയേ. നബി തങ്ങളോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഒരു തലവേദന വന്നാ, ഒരു പനി വന്നാ, ഒരു ശരീരവേദന വന്നാ കുറ്റം പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ തീരുമാനമല്ലേ, പടച്ചറപ്പിന്റെ തീരുമാനമല്ലേ, ആ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് കുറ്റം പറയല്ലേ, അത് നിനക്ക് റബ്ബ് സ്നേഹമുള്ളത് കൊണ്ട് തന്നതാണ്, നിനക്ക് സ്വർഗം തരാൻ തന്നതാണ്. അത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ഖുർആനിൽ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹു പരീക്ഷണം കൊടുത്താ ശമിക്കുന്നവരാ. അവരെപ്പോഴും പറയും അൽഹംദുലില്ലാഹ്, പടച്ചവനെ രോഗമാണെങ്കിലും അൽഹംദുലില്ലാഹ്, സാമ്പത്തിക നഷ്ടമാണെങ്കിലും അൽഹംദുലില്ലാഹ്, മരണമാണെങ്കിലും അൽഹംദുലില്ലാഹ്, ഏത് പ്രയാസമാണെങ്കിലും അവർ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. പടച്ചവനെ, ഏത് രോഗത്തെയും തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയും സഹോദരാ. സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരികയാ. കൈകെട്ടിയിരിക്കല്ലേ, കണ്ടില്ലെന്ന് നടിക്കല്ലേ, നിന്റെ പണം അല്ലാഹുവിന് വേണ്ട, നീ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കേ ഉള്ളൂ. അപകടങ്ങളെ തട്ടിമാറ്റാൻ കഴിയുമല്ലോ, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ കഴിയുമല്ലോ, ഏത് പരീക്ഷണത്തെയും തട്ടിമാറ്റാൻ കഴിയുമല്ലോ, വരാനിരിക്കുന്ന അപകടങ്ങളെ തട്ടിമാറ്റുമല്ലോ. അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ് നബി തങ്ങൾ പറയുകയാ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്ന അവര് സദക്ക കൊണ്ട് ചികിത്സിക്കും. അള്ളാഹു നമ്മുടെ രോഗങ്ങളെ ചികിത്സിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റി. ഇന്നലെ മംഗലാപുരത്താണ് വയല്. വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോ ഞാൻ മംഗലാപുരത്ത് വന്നപ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാനൊരു മരണം കണ്ടിട്ട് വരികയാണ്. ഒരു ഉസ്താദിന്റെ 3.5 വയസ്സുള്ള കുട്ടി അടുക്കളയിൽ ഇതിന്റെ മുകളിലിരിക്കാണ്. അടുക്കളയിൽ വെച്ച് ആ പാത്രമൊക്കെ കഴുകുന്നതിന്റെ മുകളിൽ, ആ സ്ലാബിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. 3.5 വയസ്സ്. പെട്ടെന്ന് താഴെ വീണു, തല പോയി തറയിലടിച്ചു. ഇന്നലെ രാത്രി 2 മണിയായപ്പോൾ ആ കുഞ്ഞു മരണപ്പെട്ടു പോയി. ആ ഉസ്താദ് വിളിച്ചപ്പോൾ വല്ലാത്ത സങ്കടം. എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കുക? അള്ളാഹു ആ ഉസ്താദിന് ക്ഷമ നൽകുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹു ആ കണ്ണീരിന് പകരം അള്ളാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, സദക്ക കൊണ്ട് വിപത്തുകൾ മാറും, ദുരിതങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും. എല്ലാവർക്കും അറിയാം ഇത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ആരെങ്കിലും പൈസ കൊടുത്തോ മസിൽ പിടിച്ചിരിക്കുകയാ. നിങ്ങൾ ചിന്തിക്കുന്ന വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ഒരു അപകടം പറ്റി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. നേരെ ബാത്റൂമിൽ ചെന്ന്, വീട്ടിൽ ചെന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു, താമസിച്ചു, ഉറങ്ങണം. ചാടി ബാത്റൂമിനകത്ത് കയറി തെറ്റിയടിച്ച് താഴെ വീണു, തല പോയി ഭിത്തിയിലടിച്ചു. പിന്നെ മക്കളെല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂരോ അല്ലെങ്കിൽ വടകരയോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഐസ് തുറന്നിട്ടിട്ട് പറഞ്ഞു AC-ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാം, നേരെ അകത്തോട്ട് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. നേരെ കൊണ്ടുപോയി ഐസിയുവിനകത്തേക്ക് കയറ്റി. ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഇത്തിരി സീരിയസ് ആ, ബ്ലഡൊക്കെ ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി വേണം, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം, പുറത്തു നിന്നോ. പടച്ചവനെ, ഉമ്മ മോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഒരു 2000 രൂപ എടുത്തുകൊണ്ട് ഉസ്താദിനെ ഒന്ന് കാണാൻ പോണം. നാളെ രാവിലെ ഉസ്താദ് റൂമിന്റെ വാതിൽ തുറക്കുമ്പോ നിന്റെ മോൻ ഇങ്ങനെ പള്ളിയുടെ മുമ്പിൽ ഉസ്താദിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഉസ്താദ് എന്തിക്ക്? എന്തേ അല്ല, ഇവനെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇവന്റെ രാവിലെ വന്ന് നിൽക്കണം. എന്തേടാ മോനെ? ഉസ്താദെ, വാപ്പ ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് ഇത്തിരി സീരിയസ് ആയിട്ട് ഐസിയുവിനകത്ത് കിടക്കുകയാ. ഉമ്മ പറഞ്ഞു വിട്ടതാ. 2000 രൂപ ഉസ്താദിന്റെ കൈ കൊടുത്തിട്ട് പറയൂ, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദെ. അപ്പൊ നിനക്കറിയാ സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അപ്പൊ അറിയാഞ്ഞിട്ടല്ല, സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് നിനക്കറിയാം. അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. പിന്നെന്തിനാ ഈ ബക്കറ്റ് വന്നപ്പോ കണ്ണടച്ചിരുന്നു? ഇപ്പം കൊടുത്തിരുന്നെങ്കിൽ വീഴാതെ തന്നെ രക്ഷപ്പെടാമായിരുന്നല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുമ്പോ നിലവിളി, സങ്കടം. ആരും സന്തോഷത്തോടെ നടന്നപ്പോല്ലേ? സന്തോഷത്തോടെ നടന്നപ്പോ അള്ളാഹനെ നോക്കാനൊന്നും വയ്യായിരുന്നല്ലോ. ഇവിടെ എല്ലാരും രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും കഥ പറയുന്നവരാ. നിങ്ങൾക്കറിയുമോ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം. രോഗികൾ, രോഗം പിടിച്ച് കിടക്കുന്ന വീട്ടുകാര്, ഭാര്യയും ഭർത്താവും. ഭർത്താവിന് രോഗമുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് രോഗമുണ്ടെങ്കിൽ, വീട്ടിൽ രോഗം പിടിച്ച് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്കണം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം. ഭാര്യയും ഭർത്താവും. അള്ളാഹു നമുക്ക് വായിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കാൻ കിട്ടും. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകും. 18 കൊല്ലം രോഗം പിടിച്ച് നടന്ന പ്രവാചകനാണ്. ശരീരം മുഴുവനും പഴുത്ത് മാംസങ്ങൾ ഇങ്ങനെ വീഴും, പൊട്ടി ഒലിക്കും, ദുർഗന്ധമടിക്കും. അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചുമന്നുകൊണ്ടാണ് നടക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടക്കും. കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ തന്റെ ഭാര്യ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും. അവസാനം തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയിട്ട് ഭാര്യ അടുത്തു പോയിരുന്നു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ, നിങ്ങൾ ദുആ ചെയ്ത അല്ലാഹു സ്വീകരിക്കുമല്ലോ, ഈ രോഗം മാറാനൊന്ന് ദുആ ചെയ്യാൻ. അപ്പൊ അല്ലാഹുവേ, അയ്യൂബ് നബി തന്റെ ഭാര്യയോട് പറഞ്ഞത്, നിനക്ക് നോക്കി മടുത്തെങ്കിൽ നീ പൊക്കോ, ഞാൻ അല്ലാഹുവിനോട് പറയില്ല, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല, എന്റെ രോഗം മാറാൻ ഞാൻ അല്ലാഹുവിനോട് പരാതി പറയില്ല, നിനക്കും മടുത്തെങ്കിൽ നീ പോകാൻ. പറയാൻ വളരെ എളുപ്പ സഹോദര. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീട്ടിൽ ചെന്നു. കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു വാപ്പ കിടന്ന കിടപ്പിൽ തന്നെ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് കിടക്കുകയാ. ആ സഹോദരൻ അവസാനം ആ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ചോദിച്ചപ്പോ പറഞ്ഞു, ഭാര്യയുടെയും മക്കളുടെയും കുത്തുവാക്കും പരിഹാസവും കേട്ടും മടുത്തു ഉസ്താദെ. ഞാനിപ്പോ എല്ലാവർക്കും അധികപ്പറ്റ, ഞാൻ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഞാൻ അധികപ്പറ്റ, അവർക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, ഞാൻ അവർക്കൊരു ബാധ്യതയായി, സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദെ, ഞാനൊന്ന് മരിക്കാൻ ദുആ ചെയ്യും. ഞാൻ പറഞ്ഞു, ഉപ്പ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങൾ എന്തിനാ പേടിക്കണേ,
നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ ഭാര്യയും മക്കളും വീട്ടുകാരും ഞങ്ങളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ ഞങ്ങൾ ആരെയും എത്തിക്കല്ല അള്ളാഹുവെ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണം തന്ന ക്ഷമിക്കാനുള്ള മനസ്സുകൂടെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സന്തോഷ വാർത്ത പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പരീക്ഷണം കൊടുത്ത ക്ഷമിക്കുന്നവരാ. അള്ളാഹു ക്ഷമിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ക്ഷമിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. പറയാനൊക്കെ എളുപ്പമാണ്, ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? ഈ സദസ്സിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രയാസമുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് ധൈര്യം വേണമെങ്കിൽ ഒരു ഹദീസ് പഠിച്ചാൽ മതി. ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഹദീസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതി വെച്ചാൽ നിനക്ക് ഏത് പ്രയാസം വന്നാലും നിനക്ക് സങ്കടം വരൂല, കുറ്റം പറയൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ലക്ഷങ്ങളുടെ കടം വന്നാലും നിനക്ക് സങ്കടം വരൂല, ക്യാൻസർ വന്നാലും നിനക്ക് സങ്കടം വരൂല, മരണം സംഭവിച്ചാലും നിനക്ക് സങ്കടം വരൂല. നിനക്ക് എന്തു പ്രശ്നം വന്നാലും നീ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കൂല. നിന്റെ മനസ്സിൽ നിനക്കൊരു ധൈര്യം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുന്നേറ്റ്. എന്നിട്ട് അവരവരിയ്ക്കുന്ന കസേര എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞുതരാം. പൊടി ഇളക്കരുത്. നിങ്ങൾ ഇരിക്കണ കസേര എടുത്തോണ്ട് ഫ്രണ്ടിൽ വാ. എനിക്ക് കൊറോണ ഒന്നുമില്ല. വാ, പെട്ടെന്ന് വാ. മൈക്ക് സെറ്റുകാരൻ എന്തേപ്പാ? വാ വന്നോ. അടുത്തേക്ക് വാ. നിങ്ങളൊക്കെ കാണാനാ. വാ, എല്ലാരും വാ. പുറത്തേക്കണവരൊക്കെ നിന്നോ. ഇപ്പൊ ഇറങ്ങും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിടിച്ചോ. അത്തമരൊക്കെ ഇരുന്നോ. വാ, എല്ലാവരും. മൈക്ക് സെറ്റുകാരൻ എന്തേപ്പാ? ഒന്നാമത് എനിക്കിത്തിരി നീളം കൂടുതലും ഈ സ്റ്റാൻഡിന് ഇത്തിരി നീളം കുറവാണ്. എനിക്കിത്തിരി നീളം കൂടുതലും സ്റ്റാൻഡിന് ഇത്തിരി നീളം കുറവും. അതുകൊണ്ട് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട്. ഞാൻ ഇരുന്നോട്ടെ. ബാ, എല്ലാരും ബാ, നിന്നോട്ടോ. എല്ലാം അവിടെ നിന്നോ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് മാറ്റ്. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കൂലേ? മരിക്കോ ഇല്ലേ? ഇന്നെന്തിനാ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ സംശയം ഉണ്ടെന്നല്ലേ? അല്ലേ? അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ റോഡിൽ നിൽക്കുന്ന ചങ്ങാതിമാരോട് ഞാൻ പറഞ്ഞു ഇറങ്ങിയിരിക്കുക. ഇല്ല ഉസ്താദ്, ഞാൻ ഇറങ്ങൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇറങ്ങൂല. ഞാൻ നാളെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. നാളെ നീയൊക്കെ ഉണ്ടാകുമെന്ന് ആര് കണ്ട്? അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ചിലർക്ക് തിരിയത്തില്ല. കാരണം എന്തറിയോ? ഞാൻ ഇപ്പോഴൊന്നും മരിക്കത്തൊന്നുമില്ല, ക്യാൻസറും ഇല്ല, ട്യൂമറും ഇല്ല, എനിക്കൊരു മാരക രോഗമില്ല, പിന്നെ ഞാൻ എന്തിനാ മരിക്കപ്പെട്ടെന്നില്ല. എല്ലാവരും ഇതാ പറയണത്. എത്ര നല്ല അവസരം കിട്ടിയാലും ഇരിക്കൂല. നിന്നോ, നിങ്ങളൊക്കെ അവിടെ നിന്നോ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആരാ പറഞ്ഞില്ലെന്ന്? മരണത്തിന് അടയാളമില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു തരാം അടയാളം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരണത്തിന്റെ അടയാളം പറഞ്ഞു തരട്ടെ. വേണോ? വേണ്ട. നിനക്ക് വേണം. ഇരിയുടെ അവിടെ. മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അടയാളം വന്നാ കഫൻ തുണി വാങ്ങുമോ? പറ, വാങ്ങുമോ? ഫ്രീ ആയിട്ട് കിട്ടുമോ പള്ളിയിൽ? പൈസ കൊടുക്കണല്ലേ? ഞാൻ മരണത്തിന്റെ അടയാളം പറഞ്ഞു തരാം. കഫൻ തുണി വാങ്ങേണ്ടവര് വാങ്ങിച്ചോ, കബർ കുഴിക്കേണ്ടവര് കുഴിച്ചിട്ടോ കേട്ടോ. പെണ്ണുങ്ങളാ ഞാൻ പറയാ, മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. ഉള്ള സ്വർണ്ണമൊക്കെ ഊരി ഇന്ന് തന്നിട്ട് പൊക്കോ. ഇനിയൊന്നും കഫൻ തുണി ഒന്നും ഇനി പോയിട്ട് ഫർദയും സാരിയൊന്നും വേണ്ട. കഫൻ തുണി വാങ്ങിച്ചോ നീയൊക്കെ.
കടം വീട്ടാനുള്ളവരൊക്കെ വീട്ടിക്കൊള്ളണം, പൊരുത്തം ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോണം, പറയാനുള്ളവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിക്കോണം. ജാവോ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. പുറത്തേക്കണ കാക്കാമാരൊക്കെ കേട്ടോ, അടയാളമാ പറയാൻ പോണേ, നിന്റെ മരണത്തിന്റെ അടയാളം ഇന്നത്തോടെ തീരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞേരട്ടെ, അറ്റാക്കൊന്നും വരത്തില്ലല്ലോ. നിങ്ങളും ഉണ്ടായില്ല ചങ്ങായിമാരെ, ഒരു കസേര അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരണത്തിന്റെ അടയാളമാണ് ഞാൻ പറയണത്, അല്ലാതെ വേറൊന്നിന്റെ അടയാളമല്ല. ഈ ചിരിയൊക്കെ മാറും, ഇനി കൊലച്ചിരിയാവും. എപ്പോഴും ഈ പറഞ്ഞു കഴിയുമ്പോഴും ഈ ചിരി നിങ്ങളുടെയൊക്കെ മുഖത്തുണ്ടാകണം കേട്ടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നേരെ ഇരുന്നു, ചില പറ്റാക്ക് വന്നാലോ, നേരെ ഇരിയല്ലേ. പുറത്ത് നിൽക്കുന്നവൻ കേട്ടോ, വയലിന്റെ മജ്‌ലിസിൽ വന്നിട്ട് അകത്ത് കയറാതെ സ്വർഗത്തിന് പുറത്തേക്കണ ചങ്ങാതിയും കേട്ടോ, നിനക്ക് പോകാൻ സമയമായോ ഇല്ലെന്ന് ഇപ്പൊ അറിയാം. ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കോ. മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലെയോ തലയിലെ മുടി, താടിയിലെ രോമം, ഇതിലെ ഏതെങ്കിലും ഒരു രോമത്തിന്റെ ഇടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ കഫൻ തുണി വാങ്ങിച്ചോ, നിന്റെ സമയം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്താ? മുടി നരയ്ക്കുക. നരച്ചോ. നീ വീട്ടിൽ പോയിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ നോക്ക്, വെളുത്തതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെയെങ്കിലും തലയിലോ പെണ്ണെ ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഇനി മേലാ നീ പറയരുത് എന്റെ മരണം അടയാളമില്ലായിരുന്നു. നീ ഒരിക്കലും ഇനി പറയരുത് ഒരു രോമമെങ്കിലും നരച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ. നിന്റെ ഒടുക്കത്തെ സമയം അടുത്ത് റെഡിയായിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നീ അത് പിഴുത് കളഞ്ഞാലും വടിച്ചു കളഞ്ഞാലും പെയിന്റ് അടിച്ചാലും മൈലാഞ്ചി ഇട്ടാലും അടയാളം തന്നെയാണ്. ഞാൻ പുറകിലോട്ട് തിരിയണില്ല, ഏകദേശം തീരുമാനമായിരിക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ ഏകദേശത്തിന്റെ കാര്യത്തിൽ തീരുമാനം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, സിറാജ് പത്തനാപുരം പറഞ്ഞതല്ല. മദീനത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയ്ക്കകത്തൊരു സഹാബി കിടക്കുന്നുണ്ട്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ഉമർ തങ്ങളാ പറഞ്ഞേ, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഒരാളെ ജോലിക്ക് നിർത്തി. എന്താ ജോലി എന്നറിയോ? ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കും എന്ന് പറയല ജോലി. ഒരാളെ ജോലിക്ക് നിർത്തിയിരിക്കുക, അയാൾ എപ്പോഴും ഉമർ തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറയും, ഉമറേ നീ മരിച്ചു പോകും കേട്ടോ. ഇങ്ങനെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരാളെ തന്നെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഉമർ തങ്ങൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബി വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചു വിട്ടിരിക്കണോ, പൊക്കോ, ശമ്പളമൊക്കെ കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇനി വേണ്ട. ആ സഹാബി ചോദിച്ചു, എന്തിനാ എന്നെ പിരിച്ചുവിട്ടെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉമർ തങ്ങൾ പറഞ്ഞു, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഞാൻ മരിക്കുമെന്ന് ഈ രോമം എനിക്ക് പറഞ്ഞു തരുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏകദേശം എണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഏകദേശം എണ്ണത്തിന്റെ കാര്യത്തിൽ ഹാപ്പി ആയില്ലേ പെണ്ണുങ്ങളെ? എല്ലാവരും ഹാപ്പി ആയില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇനി രണ്ടെണ്ണം കൂടെ വേണോ? എന്തിനാ വെറുതെ ഇല്ലേ? എന്തിനാ വെറുതെ? ഇനി പുറത്തു നിന്നോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടായാലും സങ്കടപ്പെടരുത്. സങ്കടമൊക്കെപ്പെടുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിന് ധൈര്യം കിട്ടാനുള്ള ഒരു വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ലാ യളമൽ ജസാഉ മാ യളമൽ ബലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? പറയടോ കാക്കാമാരെ, ഉണ്ടോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉണ്ട്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആർക്കെങ്കിലും അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. അങ്ങനെ മനസ്സിലാക്കണ്ടേ? നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ദുഃഖമോ നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖം. എങ്ങനെ? നിനക്ക് അല്ലാഹു ഈ ദുഃഖം തന്നിരിക്കുന്നത് എന്തിനാ? ഒരു സന്തോഷം തരാനാ.
അപ്പൊ സന്തോഷം വരുന്നതിന്റെ മുമ്പ് അള്ളാഹ് നിനക്കൊരു അടയാളം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുഃഖം ഒരു സന്തോഷത്തിലേക്കുള്ള തുടക്കമാണ്. നീ അത് ചിന്തിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടന്ന വരുന്ന സന്തോഷത്തിന്റെ പവർ കുറയും. അപ്പൊ നിനക്കെന്തോ അള്ളാഹു നല്ലത് തരാൻ പോകുന്നു. ആ നല്ലത് തരാൻ പോകുന്നതിന്റെ അടയാളമാ രോഗം, കടം, സാമ്പത്തിക നഷ്ടം, പട്ടിണി, ദുരിതം, മരണം. ഇതൊക്കെ നിനക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണം. ക്ഷമിക്ക്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിലേക്ക് മടങ്ങ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. ഓർത്തു വെച്ചോ. രണ്ടുമുണ്ട്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരുണ്ടല്ലോ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരുണ്ടല്ലോ. ഓർത്തു വെച്ചോ, ഒരു ദുഃഖം വരാൻ പോകുന്നു നിനക്ക്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷവുമുണ്ട്, ഒരു സന്തോഷത്തിന്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, സന്തോഷത്തിന്റെ വേളയിലും ദുഃഖത്തിന്റെ വേളയിലും അല്ലാഹനെ ഓർക്കാൻ. ദുഃഖത്തിന്റെ സമയത്തും അൽഹംദുലില്ലാഹ്, സന്തോഷത്തിന്റെ സമയത്തും അൽഹംദുലില്ലാഹ്. നീ സന്തോഷത്തിന്റെ സമയത്തിൽ അല്ലാഹനെ വേണ്ട, ദുഃഖത്തിന്റെ സമയത്തിൽ അല്ലാഹനെ വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ക്ഷമിക്കടോ. ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പടച്ചോനെ 11:30 ആയോ? അല്ലാഹ്, ഞാൻ സമയം പോകുന്ന അറിയണമില്ലല്ലോ. 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞല്ലേ ഉസ്താദേ? അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വണ്ടി ഓടുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. 4 എണ്ണം ആയിരുന്നു, 3 എണ്ണം പറഞ്ഞാൽ സുന്നത്തല്ലേ. ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നിർത്തിയേക്കാം. ഇത് വേണം, നിർത്തണോ പറയണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തി പറഞ്ഞ 3-ാമത്തെ വിഭാഗം, ആ മനുഷ്യനുള്ള 3-ാമത്തെ ഗുണം, അവൻ 5 നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ പോയി നിസ്കരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ ഉണ്ടാകുന്ന 3-ാമത്തെ ഗുണം എന്താ? അവൻ എന്ത് ചെയ്യും? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിസ്കരിക്കും. നിസ്കാരം 5 വഖത്ത് നിസ്കാരം അവൻ നിലനിർത്തും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കുവോ? എല്ലാവരും നിസ്കരിക്കും. നിസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും 5 നേരം നിസ്കരിക്കുന്നവരാ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുവോ? നിസ്കരിക്കുകയൊക്കെ ചെയ്യും. സമയത്ത് നിസ്കരിക്കുവോ? അതില്ല. സമയത്ത് നിസ്കരിക്കോ? അതില്ല. നിസ്കരിക്കും. സമയമെല്ലാം, എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോ പോയി നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് ളുഹറിന് 12:30 മുഅദ്ദിൻ കടന്നിട്ട് വിളിക്കും, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ. ആമിനത്തെ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കുക. പച്ചക്കറി അരിയണം, തോരൻ വെക്കണം, കറി വെക്കണം, ചോറ് വെക്കണം, പാത്രം കഴുകണം, വീട് തൂക്കണം, കുളിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2:30, 2:45, 3 മണിയാകുമ്പോൾ ഒരു പോക്കുണ്ട്. ളുഹർ നിസ്കരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 മണിക്ക് ഏത് ളുഹർ? 3 മണിക്ക് ഏത് ളുഹർ? പിന്നെ എന്തിനാ മോളെ? ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. എന്തിനാ പെങ്ങളെ അല്ലാഹ് സമയം നിശ്ചയിച്ചിരിക്കണം? നിനക്ക് തോന്നുന്ന സമയത്തല്ലടി നിസ്കരിക്കേണ്ടത്, അല്ലാഹ് പറയുന്ന സമയത്ത് നിസ്കരിക്കണം. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراعون ويمنعون الماعون. നിനക്ക് അല്ലാഹ് നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവനല്ല, നിസ്കരിക്കുന്നവർക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. സമയത്ത് നിസ്കരിക്കണം. നീ ചോദിക്കുന്നത് എന്താ? മീൻ വെട്ടിയ കുളി നിർബന്ധമാകുന്ന ഏത് കിതാബിലാ പഠിച്ചിരിക്കുന്നത്? മീൻ വെട്ടിക്കഴിഞ്ഞാൽ കുളി നിർബന്ധമാകുമോ? ആകുമോ? അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ കരി പറ്റിയ കയ്യും കാലും കഴുകിയിട്ട് പോയി നിസ്കരിക്കണം. കയ്യും കാലും കഴുകിയിട്ട് നീ പോയി നിസ്കരിക്കണം. നീ എന്ത് ചെയ്യും? എല്ലാം കഴിഞ്ഞിട്ടൊരു പോക്ക് പോ. നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് വൈലെന്ന് പറയുന്ന നരകം. വൈലെന്ന നരകം എന്താന്ന് ഉസ്താദന്മാരുടെ ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതാണ് നമ്മുടെ നിസ്കാരം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ചെയ്യണോടാ മക്കളെ?
എന്ത് ചെയ്യണോടാ? അടിക്കണം. ഇനി നിങ്ങൾ മിണ്ടരുത് കേട്ടാ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്ക്. ആരെങ്കിലും ഒന്ന് മക്കളോ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈവക്ക്. കള്ളം പറയരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാൻ നിങ്ങളെ പോലെ മനുഷ്യനാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ അവസ്ഥ. മൊബൈൽ തന്നില്ലെങ്കിൽ തല്ലും, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല്, അടി. എങ്ങനെ തല്ലാനാ? മക്കളെ എങ്ങാനും തല്ലാൻ പോയാ അവന്മാര് പറയാ ആദ്യം വാപ്പ മോനെ പള്ളിയിൽ പോടാ. വാപ്പ ഒന്ന് വാപ്പ ആദ്യം പള്ളിയിൽ. ആദ്യം വാപ്പച്ചി ഒന്ന് പള്ളിയിൽ, പിന്നെ ഞാൻ പോകാം. ഇതാ ഇന്നത്തെ അവസ്ഥ. മക്കളെ ഉപദേശിക്കാനും അടിക്കാനൊന്നും മാതാപിതാക്കൾക്കൊന്നും ഇപ്പൊ പറ്റത്തില്ല. കാരണം എന്തേ? ആദ്യം നിങ്ങളൊന്ന് നന്നാകും. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. നിസ്കരിക്കാൻ മടിയ, അത് ഉസ്താദന്മാരുടെ ജോലിയല്ലേ. എടാ ബാങ്ക് വിളിക്കുന്നടാ. ഇന്നത്തെ ചെറുപ്പക്കാരോട് പറയാം, മോനെ ബാങ്ക് വിളിക്കുന്നടാ. മുഅദ്ദിന് ശമ്പളം കൊടുത്തു തീർത്തിരിക്കുന്നത് ബാങ്ക് വിളിക്കാനല്ലേ. അയാളെ ജോലി ചെയ്യുന്നു. കുട്ടികൾ പറയണല്ലേ, മുഅദ്ദിൻ അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തു തീർത്തിരിക്കുക, ബാങ്ക് വിളിക്കുക, അയാളെ ജോലി ചെയ്യുന്നു. എടാ നിസ്കരിക്കുന്നു. അത് ഇമാമിന്റെ ജോലി, അയാൾ നിസ്കരിക്കുന്നു. പിന്നെ കുറെ പ്രായമുള്ള CC അടഞ്ഞ് തീരാതായവരൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോ അതിനുള്ളതല്ലല്ലോ. നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ചു വെള്ളിയാഴ്ച ഓടണം, തിരിച്ചിറങ്ങണം, ഇത്രയേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണോ, അലസതയാ? എന്തേ സഹോദര, എടാ നിന്റെ വീടിന്റെ മുറ്റത്ത് വരുന്ന ഒരു നായിക്ക് നീ തിന്നാൻ ഇത്തിരി ഭക്ഷണം കൊടുക്ക, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്ക്. നിന്നെ എത്ര ജനങ്ങളുടെ ഇടയിൽ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കും. അത് നന്ദിയുള്ള മൃഗമാണ് നായി. നമുക്ക് അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ ചെയ്യുന്നു. നിനക്ക് സമ്പത്തും നിനക്ക് വീടും നിനക്ക് ആരോഗ്യവും ഭാര്യയും മക്കളും കണ്ണും കാലും സർവ്വതും നിനക്ക് തന്നു. നന്ദിയുണ്ടോ? ഒരു നന്ദിയില്ല. നടന്നോ? അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്ക്. മുസ്ലിമായ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണല്ലോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. ഒളുവെടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുക്ക്, ഇല്ലെങ്കിൽ തൈമം ചെയ്യ്. ഇനി തൈമം ചെയ്യാൻ മണ്ണില്ല, നീ ഒന്നും വേണ്ട. വസ്ത്രമുണ്ടെങ്കിൽ ഉടുത്തുകൊണ്ട് നിസ്കരിക്ക്, ഇല്ലെങ്കിൽ ഉടുക്കാതെ നിസ്കരിക്ക്. എന്നാലും നിസ്കാരം കളയാൻ പാടില്ല. 5 വഖത്ത് നിസ്കാരം ഏത് മനുഷ്യനും നിർബന്ധമാണല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടി, അലസന്മാരാ നമ്മൾ. എന്തോ ഒരു മടി. ഒരു ദിവസത്തിൽ 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ മടി. നിനക്കറിയുവോ ഈ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇതുവരെ അറിഞ്ഞിട്ടില്ല. എടാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിസ്കരിക്കുന്നവർക്ക് ഞാൻ 2 പ്രതിഫലം തരും. നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു 2 പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ അള്ളാഹു 2 പ്രതിഫലം തരും. ഏതൊക്കെയാണെന്നറിയാം? ഒന്നാമത്തെ പ്രതിഫലം, ഒന്ന് അള്ളാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. അള്ളാഹു പറയുകയാ, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു എന്താ പറഞ്ഞത്? 5 നേരം നിസ്കരിച്ചാൽ എന്ത് തരും? പറകാക്കാമാരെ, എന്ത് തരും? എന്ത് തരും? ഭക്ഷണം ആര് തരും? ഭക്ഷണം ആര് തരും? അള്ളാഹ് എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്കുമാറ്റം? എടാ, 1 മാസമോ 1 കൊല്ലമോ അല്ല, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യ സന്താനങ്ങൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹ് പറയുകയാ, ഞാനാ റാസിഖ്, ഞാനാ റബ്ബ്, ഞാൻ തരാം. നീ എന്തിനാ പേടിക്കുന്നേ?